BA ഹിസ്റ്ററി BHIE 143 ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് എന്ന പേപ്പറിലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലെ 7ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഡിസ്കസ് അബൌട്ട് ദ ഫോറസ്റ്റ് ആൻഡ് ഫോറസ്ട്രി ഇൻ ഏർലി മോഡേൺ പീരിയഡ്. ഏർലി മോഡേൺ പീരിയഡിലെ വനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വന സംവിധാനങ്ങളെക്കുറിച്ചും പറയുക. ഇതാണ് പറയുന്നത്. ഫോറസ്ട്രി ഇൻ ദ സയൻസ് ആൻഡ് ക്രാഫ്റ്റ് ഓഫ് creating, managing, planting, using, conserving and repairing forests. ഇതാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഫോറസ്ട്രി is the science and craft of creating, managing, planting, using, conserving, repairing forests, woodlands and associated resources for human and environmental benefits. മനുഷ്യനും പരിസ്ഥിതിക്കും പ്രയോജനകരമായ രീതിയിൽ വനങ്ങള്, വനഭൂമികള്, വൃക്ഷത്തോപ്പുകള് ഇവയെ നടുകയും നട്ട് നനച്ച് വളർത്തുകയും അവയെ കൈകാര്യം ചെയ്യുകയും പ്രയോജനകരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ശാസ്ത്രവും അതുപോലെ തന്നെ ആ കരകൗശലവുമാണ് ഫോറസ്ട്രി എന്ന വാക്ക്. ഇപ്പൊ ഫോറസ്ട്രി എന്ന വാക്കിന്റെ അർത്ഥം വേറെ, ഫോറസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം വേറെ. ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ആദ്യം മനസ്സിലാക്കുക. സോ ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഹാവ് ഓൾവേസ് ബീൻ ഇമ്പോർട്ടൻറ്റ് ഫോർ വേരിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഒരുപാട് ജനസമൂഹങ്ങൾക്ക് പ്രധാനമായിരുന്ന വനവും വനവിഭവങ്ങളും ആസ് വാല്യുബിൾ റിസോഴ്സസ്, വിലപ്പെട്ട വിഭവങ്ങളുടെ കലവറയായിട്ടാണ് വനം കണ്ടെത്തിയിരുന്നത്. Therefore, states throughout history of civilizations have claimed these resources in varying degrees, mostly limited to few selected items or varieties of plants and trees to generate revenue. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രങ്ങളും ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, സിവിലൈസേഷൻസ് ഹാവ് ക്ലെയിംഡ് ദീസ് റിസോഴ്സസ് ഇൻ വേരിയിങ് ഡിഗ്രീസ്. വനം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്ന സംസ്കാരങ്ങളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യങ്ങളെ കണ്ടിട്ടുണ്ട്. കാരണം അത് വളരെ വിലപ്പെട്ട പ്രഷ്യസ് റിസോഴ്സസ് അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ തങ്ങളുടേതാണ് എന്ന അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നത്. മോസ്റ്റ്ലി ലിമിറ്റഡ് ടു ഫ്യൂ സെലക്ടഡ് ഐറ്റംസ് ഓൺ, ചിലപ്പോൾ ഏതാനും ചില സെലക്ടഡ് ഐറ്റംസ് അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, അത് നമുക്ക് രാഷ്ട്രത്തിന് വരുമാനം ഉണ്ടാക്കി തരാൻ പോകുന്നവയാണ് എന്നതുകൊണ്ടുകൂടി ആവാം. ചിലപ്പോൾ എല്ലാ മരങ്ങളും അല്ലെങ്കിൽ എല്ലാ ചെടികളും അല്ല, പക്ഷെ ചില ലിമിറ്റഡ് സ്പീഷീസുകൾ വരുമാനം, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവ കൂടി ആയതുകൊണ്ടാവാം ചിലപ്പോൾ പല ചരിത്രത്തിലും പല സംസ്കാരങ്ങളിലും പല രാഷ്ട്രങ്ങളും ഭരണാധികാരികളും വനസമ്പത്ത് തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കടിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. They also maintained hunting reserves by protecting forests. അപ്പോൾ നായാട്ടിന് വേണ്ടിയിട്ട് ഒരു റിസർവ് വനം വേറെ മാറ്റി വെച്ചിരുന്നു, വനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. വനങ്ങളിലേക്ക് നായാട്ട് അനുവദിച്ചിരുന്നില്ല, ഹണ്ടിങ് അനുവദിച്ചിരുന്നില്ല. സോ ഹണ്ടിങ്ങിന് വേറൊരു ഏരിയ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. In pre-colonial period, it has been suggested that India's forests had been undergoing significant changes in terms of exploitation of its resources. നോക്കൂ, കൊളോണിയൽ വരുന്നതിന് മുൻപ്, അതിനെയാണല്ലോ പ്രീ കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വനങ്ങൾ ഗണ്യമായ മാറ്റങ്ങൾക്ക് വിധേയമായി. അത് വനചൂഷണത്തിൻ്റെയും വനവിഭവ ചൂഷണത്തിൻ്റെയും പേരിൽ ആണ് ഇന്ത്യൻ വനങ്ങൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായത്. ഇൻ മുഗൾ പീരിയഡ്, റൂളേഴ്സ് ആൻഡ് ലാൻഡഡ് ഗ്രൂപ്പ്സ് റെഗുലേറ്റഡ് ഫോറസ്റ്റഡ് ലാൻഡ്സ് ഇൻ ലിമിറ്റഡ് വേ. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ വനങ്ങളെയും അതുപോലെ തന്നെ വനഭൂമികളെയും ചൂഷണം ചെയ്തിരുന്നു, പക്ഷേ അത് പരിമിതമായ തോതിലാണ് നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയാം. ആൻഡ് റവന്യൂ പോളിസീസ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് കൾട്ടിവേഷൻ ഇൻ റിലേഷൻ ടു ഫോറസ്റ്റ്. വനങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യണോ വേണ്ടയോ, കൃഷിയുടെ വികാസം അല്ലെങ്കിൽ കൃഷി കുറയല്, അതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് അവിടെ എന്തോരം ടാക്സ് മേടിക്കില്ല എന്നുള്ളതിനനുസരിച്ച് ജനങ്ങൾ കൂടുതൽ കൃഷി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സംടൈംസ് റൂളേഴ്സ് stocked their claims to wealth from trading certain forest products that could be lucrative. ലാഭദായകമായ, ലുക്രേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, ലാഭദായകമായ ഉൽപ്പന്നങ്ങളുടെ വനവിഭവങ്ങളുടെ അവകാശവാദം, അതിൻ്റെ മേലുള്ള സമ്പത്ത് ഒക്കെ ഭരണാധികാരികൾ തങ്ങളുടെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി, സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ അവകാശവാദങ്ങൾ അവര് തങ്ങളുടേതാക്കി വെച്ചിരുന്നു. ഉദാഹരണത്തിന് ടിപ്പു സുൽത്താന്റെ കാര്യം പറയാം. ടിപ്പു സുൽത്താൻ ഹാഡ് അസർട്ടഡ് ഹിസ് റൈറ്റ്സ് ഓവർ സാൻഡൽവുഡ് ട്രീ. ചന്ദന മരങ്ങൾ അത് മറ്റാരുടേതുമല്ല, ടിപ്പു സുൽത്താന്റെ മാത്രമാണ് അതിന്മേലുള്ള അവകാശം അദ്ദേഹം മുൻകൂട്ടി ഉറപ്പിച്ചു വെച്ചിരുന്നു. ഹവർ
ആസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി entered the scene, പക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രംഗത്ത് വന്നപ്പോൾ the process of commercial exploitation of forests became rampant from the late 18th century. അതായത് വനവിഭവങ്ങളുടെ ചൂഷണം 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി വ്യാപകമാകാൻ തുടങ്ങി. ആസ് പൊളിറ്റിക്കൽ പവേഴ്സ് സ്ട്രഗിൾഡ് വിത്ത് ഈച്ച് അതർ ദർ മിലിറ്ററി ക്യാമ്പയിൻസ്, രാഷ്ട്രീയാധികാരികൾ സൈനിക പടയോട്ടങ്ങളുടെ ഭാഗമായിട്ട് അവർ ഒരു വശത്തു കൂടി പൊരുതുമ്പോൾ ആൻഡ് ഡിഫോറസ്റ്റേഷൻ ബിക്കെയിം ക്ലോസ്ലി റിലേറ്റഡ്. അതിനനുസരിച്ച് തന്നെ വനനശീകരണവും അല്ലെങ്കിൽ വനം വെട്ടിത്തെളിക്കലും അതിനോടൊപ്പം തന്നെ ഉണ്ടായി. അപ്പാർട്ട് ഫ്രം വാല്യുബിൾ റിസോഴ്സസ്, വനവിഭവങ്ങള് അമൂല്യങ്ങളാണ്. അതുകൂടാതെ ഫോറസ്റ്റ് ഓൾസോ പ്രൊവൈഡഡ് സേഫ് ഹാവൻ ഫോർ എനിമി ഫോഴ്സ് ആൻഡ് സംടൈംസ്, സുരക്ഷിതമായി ഇടയ്ക്കാനുള്ള ഒളിത്താവളങ്ങളായിട്ട് ശത്രു സൈന്യത്തിന് പലപ്പോഴും പ്രയോജനപ്പെട്ടിരുന്നു. ആന്റി സോഷ്യൽ എലമെന്റ്സ് ഓൾസോ ലൈക്ക് ഡക്കോയിഡ്സ് ആൻഡ് മറുഡേഴ്സ്, അതുപോലെ തന്നെ കൊള്ളക്കാരും കൊലപാതക സംഘങ്ങളും ഒക്കെ വനങ്ങളിൽ ഒളിച്ചു പാർത്തു. ദെയർഫോർ ഡിസ്ട്രോയിങ് ഫോറസ്റ്റ് ഡ്യൂറിങ് ദ ബാറ്റിൽസ്, അതുകൊണ്ട് യുദ്ധങ്ങളുടെ സമയത്ത് വനങ്ങൾ നശിപ്പിക്കുന്ന ഒരു ഏർപ്പാടായി മാറി. ഹാഡ് ബിക്കം എ സ്ട്രാറ്റജി ടു ഔട്ട് ഡു എനിമി, ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും വനങ്ങള് നശിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അടുത്ത ഭാഗത്ത് പറയുന്നു, മറാത്ത ആർമീസ് ഡ്യൂറിങ് ബാറ്റിൽസ് യൂസ്ഡ് ടു ബേൺ ഫോറസ്റ്റ്, മറാത്ത സൈന്യം യുദ്ധങ്ങളുടെ സമയത്ത് വനം തീയിട്ട് നശിപ്പിക്കാറുണ്ട്. സോ ദാറ്റ് ദെയർ ഒപ്പണൻസ് കുഡ് നോട്ട് മേക്ക് റിസസ്, അങ്ങനെയാണെങ്കിൽ അവരുടെ എതിരാളികൾക്ക് വനങ്ങൾക്കുള്ളിൽ പിൻവാങ്ങാനായിട്ട് സാധിക്കില്ല. ഡ്യൂറിങ് ടിപ്പു സുൽത്താൻസ് കൂർഗ് ക്യാമ്പയിൻ ട്രീസ് ആൻഡ് ബുഷസ് വേർ കട്ട് അവേ, ടിപ്പു സുൽത്താന്റെ കൂർഗിലെ പടയോട്ടങ്ങളുടെ സമയത്ത് മരങ്ങളും പൊന്തക്കാടുകളും വ്യാപകമായി വെട്ടിത്തെളിച്ചു. ആൻഡ് ബേൺഡ് ഫോർ 3 miles along the road, 3 മൈൽ ദൂരത്തോളം റോഡിൽ അത് കത്തിച്ചു കളഞ്ഞു. 6 to denuded their interior regions during military campaigns, സിഖുകാര് പോലും അവരുടെ സൈനിക പടയോട്ടങ്ങളുടെ ഭാഗമായിട്ട് മരങ്ങളെ വെട്ടിത്തെളിച്ചു. ബ്രിട്ടൻ ആസ് ആൻ ഐലൻഡ് നേഷൻ ഹാഡ് ബീൻ എ മാരിടൈം പവർ ഫോർ സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളോളം ബ്രിട്ടൻ ഒരു ദ്വീപ് രാഷ്ട്രമായിട്ട് മാരിടൈം പവർ ആയിട്ട് ഒരു സമുദ്ര ശക്തിയായിട്ട് ബ്രിട്ടൻ നിലകൊണ്ടു നമുക്കറിയാം. സുപ്രീം നേവൽ പവർ ഇൻ 17th and 18th century, 17-18 നൂറ്റാണ്ടുകളിൽ പ്രമുഖ നാവിക ശക്തിയായവർ മാറി. ആ സ്ക്രാമ്പിൾ ഫോർ കോളനീസ് gained momentum, British reliance on navy increased greatly to overpower its rivals and gain larger share. ആ സ്ക്രാമ്പിൾ ഫോർ കോളനീസ് ഗെയിൻഡ് മൊമെന്റം, കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾക്ക് ആക്കം വർദ്ധിക്കുന്നതനുസരിച്ച് ബ്രിട്ടീഷുകാർ അവരുടെ നേവിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത് കൂട്ടി എന്ന് പറയാം. എന്തിനു വേണ്ടി എന്നറിയാമോ? അവരുടെ റൈവൽസിന്റെ മേൽ തങ്ങൾക്ക് കൂടിയ മേധാവിത്വം നേടിയെടുക്കുന്നതിന് വേണ്ടി. ടിൽ മിഡ് 18th century ബ്രിട്ടീഷ് ഡിമാൻഡ്സ് ഓഫ് വുഡ് ഫോർ ഷിപ്പ് ബിൽഡിംഗ്, ബ്രിട്ടീഷുകാർക്ക് കപ്പൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം വർദ്ധിച്ചു വന്നു. സാറ്റിസ്ഫൈഡ് ബൈ ബ്രിട്ടീഷ് ഓക്ക് ഫോറസ്റ്റ്, ബ്രിട്ടീഷ് ഓക്ക് കാടുകളിലാണ് ഈ കപ്പൽ നിർമ്മാണത്തിനുള്ള മരം അവർ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ബൈ 1760 1760 ആയപ്പോഴേക്കും, അതായത് 18ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലെത്തിയപ്പോഴേക്കും ഹാഡ് ബിക്കം സ്കേഴ്സ്, ആ ഓക്കുമരങ്ങള് ബ്രിട്ടീഷുകാരുടെ നാട്ടിലുള്ള ഓക്കുമരങ്ങൾ വളരെ കുറവായിപ്പോയി, കിട്ടാനില്ലാത്ത ദുർലഭ മരങ്ങളായി മാറി. ദിസ് സിറ്റുവേഷൻ പ്രൊവൈഡഡ് സൗത്ത് ഏഷ്യ, അപ്പോഴാണ് അവർ നോക്കുന്നത് സൗത്ത് ഏഷ്യയിൽ വൻമരങ്ങളുള്ള കാടുകളുണ്ടെന്നുള്ള കാര്യം. എ ന്യൂ കോണ്ടെക്സ്റ്റ് ആൻഡ് ബ്രിട്ടൻ ഹോപ്ഡ് ടു ഫുൾഫിൽ ഇറ്റ്സ് ഡിമാൻഡ് ഓഫ് ടിംബർ, ബ്രിട്ടന് കപ്പലുണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ തടി ഇന്ത്യൻ വനങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കാവുന്ന ഫ്രം ഇന്ത്യൻ ഫോറസ്റ്റ് എസ്പെഷ്യലി ഓഫ് ടീക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ തേക്ക് മരങ്ങള് അതിന് നല്ലതാണെന്ന് അവർ കണ്ടെത്തി. സെർച്ച് ഫോർ ടിംബർ വാസ് ഓൾസോ ആക്സെന്റുവേറ്റഡ് ബൈ റെവല്യൂഷണറി ഫ്രാൻസ്, അങ്ങനെ തടിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം, വനത്തിലെ കാട്ടിലെ തടി, ബലമുള്ള തടി, അതിനു വേണ്ടിയുള്ള മത്സരത്തിന്റെ ഭാഗമായിട്ട് ഫ്രാൻസും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടത്തില് നെപ്പോളിയനിക് ഫേസില് അറ്റ് എ ടേൺ ഓഫ് 18th century ആൻഡ് ബിഗിനിങ് ഓഫ് 19th century, 18ാം നൂറ്റാണ്ടിലേക്ക് തിരിയുന്ന സമയത്തും 18ാം നൂറ്റാണ്ടിന്റെ അവസാനവും 19ാം നൂറ്റാണ്ടിന്റെ ആദ്യവും ഒക്കെ ആയിട്ട് ഫ്രാൻസും വനവിഭവങ്ങളുടെയും ഒക്കെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. നെപ്പോളിയനിക് ബ്ലോക്കേഡ് അഗൈൻസ്റ്റ് ബ്രിട്ടൻ
ബ്രിട്ടനെതിരെ നെപ്പോളിയന്റെ ഒരു വലിയ ബ്ലോക്കേഡ് ഉണ്ടാക്കിയത് റിസൾട്ടഡ് ഇൻ കട്ടിംഗ് ഓഫ് സപ്ലൈ ലൈൻസ് ഫോർ ഷിപ്പ് ടിമ്പർ. എങ്ങനെയാണെന്ന് അറിയാമോ? ഉപരോധം. നെപ്പോളിയൻ ബ്രിട്ടീഷുകാർക്ക് കപ്പലുണ്ടാക്കാനുള്ള തടി പോകുന്ന വഴിയിൽ തടഞ്ഞുകൊണ്ടാണ് വഴി തടഞ്ഞുകൊണ്ടാണ് ബ്ലോക്കേഡ് ഉണ്ടാക്കിയത്. ബാൾട്ടിക് പ്രദേശത്താണ് നെപ്പോളിയൻ ഇങ്ങനെ കപ്പലിനുള്ള തടി കൊണ്ടുപോകുന്നത് തടഞ്ഞത്. East India Company in this early period exploited teak forests of northern Sirkars near Rajamoundry port in the east coast and also on the west coast. പടിഞ്ഞാറൻ കടൽത്തീരത്തും കിഴക്കൻ കടൽത്തീരത്തും ഒക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ തേക്ക് മരങ്ങൾ വെട്ടിത്തെളിച്ച് തങ്ങൾ പരമാവധി അതിനെ വനവിഭവങ്ങളെ ചൂഷണം ചെയ്യുകയുണ്ടായി. ദിസ് ഇനീഷ്യൽ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യാസ് ഫോറസ്റ്റ്, ഇന്ത്യയുടെ വനങ്ങളിന്മേലുള്ള ബ്രിട്ടന്റെ താല്പര്യം ഹാസ് ബീൻ കൺസിഡർഡ് ആസ് എ predatory because അതൊരു വളരെ എന്താണ് അതിന്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് മാറി. ബിക്കോസ് ബ്രിട്ടൻ മിയർലി വാണ്ടഡ് ടു അക്വയർ മോർ ടിമ്പർ വിച്ച് സീംഡ് ഇൻഎക്സോസ്റ്റിബിൾ. ഒരിക്കലും തീർന്നു പോകില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഇന്ത്യൻ കാടുകളിലെ തടി പരമാവധി വെട്ടിയെടുക്കുക, അങ്ങനെ പരമാവധി ചൂഷണം എന്നതിനപ്പുറം ബ്രിട്ടൻ മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഫ്രം 1780 ഓൺവേർഡ്സ് 1780 മുതൽക്ക് ഇങ്ങോട്ട് ബൈ യൂസിങ് ഇന്ത്യൻ ടീക്ക്, ഇന്ത്യൻ തേക്ക് മരങ്ങൾ ഉപയോഗിച്ച് ഷിപ്സ് വർ ബിൽറ്റ് ഇൻ ഡോക്ക് യാർഡ്സ് അറ്റ് കൽക്കട്ട, കൽക്കട്ടയിലെ ഡോക്ക് യാർഡിൽ കപ്പലുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അറൌണ്ട് ഏർലി 1800s അറ്റ് ബോംബെ, ബോംബെയിൽ 1800-കളോടടുത്ത് ഷിപ്സ് വർ റെഗുലർലി കൺസ്ട്രക്റ്റഡ്, നിരന്തരമായി ഒത്തിരി കപ്പലുകൾ ഉണ്ടാക്കപ്പെട്ടു. ഇറ്റ് വാസ് ഹോപ്ഡ് ദാറ്റ് ഇന്ത്യൻ ടീക്ക് വുഡ് സപ്ലൈ ആഡിക്വേറ്റ് ടിമ്പർ ഫോർ ബ്രിട്ടീഷ് ഷിപ്പിംഗ്, ഇന്ത്യൻ തേക്ക് ബ്രിട്ടീഷ് കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ തേക്ക് നൽകാനായിട്ട് പര്യാപ്തമായിരുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. To acquire regular supply for British shipping, decision was taken to extend control over some teak forests. ബ്രിട്ടന് നിരന്തരമായിട്ട് തേക്ക് സപ്ലൈ ചെയ്യുവാനായിട്ടുള്ള തീരുമാനം പോലെ എടുക്കുന്നത് പലപ്പോഴും തേക്കിന്റെ മേൽ ബ്രിട്ടനുള്ള നിയന്ത്രണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. കൺട്രോൾ ഓഫ് ട്രേഡ് ഇൻ ടിമ്പർ വാസ് സീൻ ആസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് കൺട്രോളിംഗ് പ്രൈവറ്റ് യൂസ് ഓഫ് ഫോറസ്റ്റ്. കച്ചവടത്തിലെ തടിയുടെ മേലുള്ള കച്ചവട നിയന്ത്രണം കൊണ്ടുവന്നത് തന്നെ വനവിഭവങ്ങളുടെയും വനത്തിന്റെയും ഉപയോഗം ബ്രിട്ടന് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇത് പണ്ട് ടിപ്പു സുൽത്താൻ ചന്ദനമരങ്ങൾ തനിക്ക് മാത്രം അവകാശമുള്ളതാണെന്ന് പറഞ്ഞതുപോലെയാണ്. ദിസ് വാസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ് ഇൻ മലബാർ വിച്ച് വാസ് കോൺക്വേർഡ് ഇൻ 1792. ഇത് മലബാറിൽ 1792 അവർ പിടിച്ചെടുത്തതിന് ശേഷം ഈ നയം നടപ്പിലാക്കി. ആൻഡ് ഈവൺ ഇൻ ടെനസറിം ബർമ ദാറ്റ് വാസ് അനക്സ്ഡ് ഇൻ 1826. 1726 ബർമ പിടിച്ചെടുത്തപ്പോഴും അവിടെ ടെനസറിയം എന്ന പ്രദേശത്തും ഇതേ നിയമം ബ്രിട്ടൻ നടപ്പിലാക്കി. ഇൻ 1806 കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വാസ് അപ്പോയിന്റഡ് ഇൻ മലബാർ. 1806 ഒരു വന സംരക്ഷണത്തിന് വേണ്ടി ഒരു കൺസർവേറ്റർ എന്ന ഉദ്യോഗസ്ഥനെ അപ്പോയിന്റ് ചെയ്തു. Thus we see that the beginning of forestry was rooted in the desire to acquire regular supply of timber. നിരന്തരമായിട്ട് തടി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഭിലാഷം വേര് മുളയ്ക്കുന്നത് പോലും ഈ വനങ്ങളെ വെച്ച് പിടിപ്പിച്ചാൽ എന്ത് എന്ന ആശയത്തിലേക്ക് എത്തിക്കുകയാണ്. ഡ്യൂറിംഗ് ദിസ് പീരിയഡ് കോൺസെപ്റ്റ് ഓഫ് ബൊട്ടാണിക്കൽ ഗാർഡൻ വാസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ്. എന്തുകൊണ്ടൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിക്കൂടാ എന്ന ചിന്തയും ആ ഒരു ബ്രിട്ടൻ കൊളോണിയൽ രാഷ്ട്രത്തിനുണ്ടായി. ഇൻ ഇന്ത്യ വേർ ഹൺഡ്രഡ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് വെർ planted and developed on experimental basis. നൂറുകണക്കിന് സസ്യങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പെടുകയുണ്ടായി. ജെയിംസ് ആൻഡേഴ്സൺ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡെവലപ്ഡ് എ ബൊട്ടാണിക്കൽ ഗാർഡൻ നിയർ ഫോറസ്റ്റ് സെന്റ് ജോർജ്. സെന്റ് ജോർജ് ഫോർട്ട് കോട്ടയ്ക്ക് സമീപത്ത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ജെയിംസ് ആൻഡേഴ്സൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ തുടങ്ങുകയുണ്ടായി. സ്കോട്ടിഷ് സർജൻ വില്യം Roxburgh 1751 to 1815 was posted at Samalkota near Madras. Also supervised creation of Madras Presidency's botanical garden. Madras Presidencyയിലും അതുപോലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടായി. In Bengal 1780 Robert Kidd established a botanical garden near Calcutta which he called on Garden of Acclimatization എന്ന് വിളിക്കപ്പെടുന്ന കൽക്കട്ടയിലെ ബൊട്ടാണിക്കൽ ഗാർഡനും ഉണ്ടായി. It began with the conceived idea of supplying teak timber to company's navy for shipbuilding. East India കമ്പനിയുടെ നേവിക്ക് കപ്പൽ നിർമ്മാണത്തിനുള്ള തേക്ക് തടി നൽകുക എന്ന ഉദ്ദേശം തന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. Later William Roxburgh became director of botanical garden at Calcutta. പിന്നീട് വില്യം റോക്സ്ബർഗ് കൽക്കട്ടയിലെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഡയറക്ടറായി മാറി. He added 800 species of trees and 2200 plants there.
2200 തരം ചെടികളും 800 സ്പീഷീസ് മരങ്ങളും അദ്ദേഹം കൂട്ടിച്ചേർത്തു.